കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസൊക്കെ ഒന്ന് കണ്ടാലോ? ഇതെൻ്റെ ഫസ്റ്റ് ബ്ലൗസാണ്, ഫസ്റ്റ് സാരിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു ബ്ലൗസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഞാൻ ഒരു സാരി എടുത്തേക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ജയലക്ഷ്മിയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു സാരി മൊത്തത്തിൽ ബ്രൊക്കേഡ് ആയതുകൊണ്ട് ബ്ലൗസ് പ്ലെയിൻ ആക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ സാരിയുടെ ആ ഒരു ബോർഡറൊക്കെ ഉണ്ടായിരുന്നു. ആ ബോർഡർ കൈയുടെ ആ ഒരു എൻഡിങ്ങിന് ബോർഡറായിട്ട് കൊടുത്തു. പിന്നെ ആ കൈ നെറ്റാണ്, ഞാൻ ആ ഒരു സെയിം കളർ നെറ്റൊക്കെ എടുത്തിട്ടാണ് സ്ലീവ് ചെയ്തേക്കുന്നത്. നെക്കിലാണ് ഞാൻ കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള ഒരു അത്യാവശ്യം ഹെവി ആയിട്ട് വർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓരോ മോഡൽ ഇങ്ങനെ വരുന്നതാണ്. മനസ്സിൽ ഓരോ എന്താണ് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. റെഫർ പിക്ക് അങ്ങനെയൊന്നും എടുത്തിട്ടല്ല ഈ ഒരു ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് ഈ ഒരു ബ്ലൗസ്? ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് പ്രിൻസസ് കട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിന് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഒന്നുമില്ല, ചെയ്ത് വരുമ്പോൾ അങ്ങനെ ആയിപ്പോൾ. പിന്നെ ഇതാണ് സാരി, ഫുൾ ബ്രൊക്കേഡാണ് ഈ ഒരു സാരി വരുന്നത്. അങ്ങനെ അപ്പോൾ കല്യാണത്തിൻ്റെ ലുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു സാരിയുടെ ലുക്ക്. ഇതെൻ്റെ സെക്കൻഡ് സെറ്റ് മുണ്ടിൻ്റെ ബ്ലൗസാണ്. അപ്പോൾ ഈ ഒരു ഇതിലെ സ്ലീവിൽ ഞാൻ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്ത്, സ്ലീവിലും നെക്കിലും നെക്ക് പോർഷനിൽ ബാക്ക് നെക്ക് നല്ല വീതി നമ്മൾ ആ ഒരു ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് ഈ ഒരു ബ്ലൗസിൻ്റെ ആ ഒരു ലുക്ക്? ഈ ഒരു പഫിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അന്ന് എനിക്ക് വലിയ രീതിക്ക് സ്റ്റിച്ചിങ് വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും അത്യാവശ്യം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പഫാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അന്ന് അങ്ങനെ വന്നില്ല അത് തയ്ച്ചപ്പോൾ. ഇനി ഇത് ഇളക്കി ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. എന്തായാലും കുറച്ച് വണ്ണം വെച്ചപ്പോഴത്തേക്കും ഇടാനേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്കൊന്നും പൊളിക്കണം, കുറച്ചൊന്ന് പണിയൊക്കെ വീണ്ടും ഈ ബ്ലൗസിൽ ചെയ്യാനുണ്ട്. സ്ലീവ് ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് ഗൈസ്, ആ ഒരു നെക്ക് പോർഷനിലും ഇത് രണ്ടിലും ഹെവി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ലുക്ക് ഞാൻ ഫോട്ടോ കൊടുത്തേക്കാമേ. ഇതാണ് ആ ലുക്ക് കേട്ടോ. അപ്പോൾ ഇത് മൂന്നാമത് വരുന്ന സാരിയാണ്. ഈ ഒരു മൂന്നാമത്തെ ബ്ലൗസാണ്. ഇതേപ്പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടാവും മൊത്തം ഇങ്ങനെ കീറിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ വിരുന്നിന് പോയപ്പോൾ ഇടാൻ വേണ്ടി ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ എടുത്തപ്പോൾ കീറിയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ആ ഒരു തയ്ച്ചതിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് പിന്നെ പെട്ടെന്ന് തയ്ച്ചതാണ്. 3 ദിവസത്തെ ഒരു കല്യാണത്തിന് 3 ദിവസം കിടക്കയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലൗസ് തയ്ച്ച് ചേട്ടൻ്റെ അവിടെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ കുഞ്ഞു പഫൊക്കെ കൊടുത്ത് അങ്ങനെ ഒരുപാട് വർക്ക് കൊടുക്കാനൊന്നും എനിക്ക് ടൈം പോലും ഇല്ലായിരുന്നു. എല്ലാത്തിനും കിടന്നും എല്ലാ ആവശ്യത്തിനും ഞാൻ തന്നെ പോകണം. അപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു ടൈമൊന്നും അങ്ങനെ അധികം എനിക്ക് കിട്ടിയില്ല. ഇതാണ് ആ ഒരു സാരി വരുന്നത്, ഈ ഒരു ബ്ലൗസിൻ്റെ. ഇതിൻ്റെ ലുക്ക് ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ഈ ഒരു 3 ബ്ലൗസിൽ നിങ്ങൾക്ക് ഏത് ബ്ലൗസാണ് ഇഷ്ടപ്പെട്ടതെന്ന് പ്രത്യേകം നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് കാണും വരെ ടാറ്റാ, ബൈ ബൈ.